മുൻ എസ് പി സുജിദാസിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ആവശ്യപ്പെട്ട പണം നൽകാത്തതിന് കേസിൽ തന്നെ പ്രതിയാക്കിയെന്ന് ചിന്നൻ ബഷീർ 24നോട് പറഞ്ഞു. ഡാൻസ് ഓഫ് സംഘമാണ് പണം ആവശ്യപ്പെട്ടത്. പ്രതിയാക്കിയതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും ചിന്നൻ ബഷീർ പറഞ്ഞു. ഫസ്റ്റിൽ എന്നെ പിടിച്ച് കൊണ്ടുപോയപ്പോൾ പോകുന്ന യാത്രയിലൊക്കെ ചോദിച്ചു. പിന്നെ അവിടെ എത്തിയാലും ചോദിച്ചു എന്നോട് എൻ്റെ ഫിനാൻഷ്യലി കപ്പാസിറ്റി എന്താണ്, കാരണം ഇവർക്ക് അതിനനുസരിച്ച് വേണമല്ലോ എന്നോടും ചോദിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ കമ്മീഷൻ ചെയ്ത് ഗ്രാനൈറ്റിൻ്റെ ബിസിനസ്സും പല ബിസിനസ്സൊക്കെ ചെയ്തും കണ്ട് റിയൽ എസ്റ്റേറ്റ് വന്ന് ചെയ്തും കണ്ട് ജീവിക്കുന്ന ആളാണ്. ഞാൻ അത്രയും സാമ്പത്തിക ശേഷിയുള്ള ആളല്ല. ഈ കേസൊന്നായിട്ട് എനിക്ക് ബന്ധമില്ല. ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ DSPനെ കാണാൻ പോയതും അഡ്വക്കേറ്റിനെ കാണാൻ പോയതും ഒക്കെ ഇതാണ് ലീഗൽ അഡ്വൈസ് എന്നുള്ള നിലക്ക് പോയതാണ്, അല്ലാതെ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് പറയുമ്പോൾ ഈ DSP ബഷീർ ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സുജിത് ദാസ് നമ്മളെ SP ആണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡയറക്റ്റ് നോക്കുന്നത്. അതിനെക്കൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് വേറൊന്നും പറയാനില്ല. പുള്ളി പറയുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് അദ്ദേഹം പറയുന്നത്? മുൻ SP സുജിത് ദാസിനെതിരെ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആവശ്യപ്പെട്ട പണം നൽകാത്തതിന് തന്നെ കേസിൽ പ്രതി ചേർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഡാൻസ് ഓഫ് സംഘമാണ് തന്നോട് പണം ആവശ്യപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിയാക്കിയതിനെതിരെ കോടതിയെ സമീപിക്കും. അരുൺ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം? ഉന്മേഷ ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് SP സുജിത് ദാസിനെതിരെ ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ചിന്നൻ ബഷീർ നടത്തിയിരിക്കുന്നത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ആദ്യം ഭീഷണിപ്പെടുത്തി കേസിൽ ഉൾപ്പെടുത്താതിരിക്കാൻ അവർക്ക് പണം നൽകണം എന്ന് ഡാൻസ് ഓഫ് സംഘം പറഞ്ഞു. അത് SP സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരമാണ് പണം ആവശ്യപ്പെട്ടത്. എന്നാൽ പണം നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടെയാണ് തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടുത്തിയത് എന്നതാണ് ചിന്നൻ ബഷീർ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം തന്റെ പക്കലുണ്ട്. ആ ഘട്ടത്തിൽ തനിക്കിത് വെളിപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല, ഭയമുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു, സുജിദാസിനെതിരെ നടപടി വരുന്നു. അപ്പോഴാണ് ഇതിൽ ധൈര്യമുണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കരിപ്പൂർ കേസ് മാത്രമല്ല, പല സ്വർണ്ണ കടത്ത് കേസുകൾ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി പണമിടപാട് നടത്തിയിട്ടുണ്ട്. അതിൽ SP-യുടെ കീഴിലുള്ള ഈ സംഘം നേരിട്ട് ഇടപെട്ട് പണം ആവശ്യപ്പെട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നതാണ് ചിന്നൻ ബഷീർ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ തെളിവുകൾ സഹിതം കോടതിയെ സമീപിക്കും. തന്നെ കള്ളക്കേസിൽ കുടുക്കിയ നടപടിക്കെതിരെ SP-യുടെ ഉൾപ്പെടെ നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കും എന്നതാണ് ചിന്നൻ ബഷീർ നിലവിൽ എന്തായാലും വ്യക്തമാക്കിയത്. നേരത്തെ PV അൻവർ MLA ഉൾപ്പെടെ ഇത്തരം സമാന സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേ പശ്ചാത്തലമുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതി കൂടി ഉന്നയിച്ചിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പ, ബംഗളൂരുവിൽ നിന്ന്.